ആരംഭിക്കില്ല. ഹൈക്കമാൻഡ് ഏത് തീരുമാനം എടുത്താലും ഞാൻ ആ തീരുമാനത്തെ അംഗീകരിക്കും. ഞാൻ എന്നും ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണ്. എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. എന്ത് തീരുമാനം എടുത്താലും അംഗീകരിക്കും. അതിനകത്ത് ഒരു പ്രശ്നവുമില്ല. നീ വേറെന്താ? It has been decided that Shri V.D. Satishan be appointed as the leader of the CLP. എന്താണ്? എപ്പോ? നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും നാടകീയ നീക്കങ്ങൾക്കും ഒടുവിൽ വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രി. എപ്പോ? ഓ മൈ ഗോഡ്. മുഖ്യമന്ത്രി പദവി സ്വപ്നങ്ങളെയും രമേശ് ചെന്നിത്തലയെയും നേരിട്ട് അനുനയിപ്പിച്ച ശേഷമായിരുന്നു പ്രഖ്യാപനം. I'm very clear about it. This is wrong. I'm very clear about it. This is wrong. കണ്ണു തുറന്ന് നോക്ക്. അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്നത് കാണുന്നില്ലേ? എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. മുഖ്യമന്ത്രി സ്ഥാനം നൽകാത്ത ഹൈക്കമാൻഡ് തീരുമാനത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കടുത്ത അമർഷം. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കി തീരുമാനിച്ചത് അറിയിക്കാൻ വിളിച്ച രാഹുൽ ഗാന്ധിയെ രമേശ് ചെന്നിത്തല അതൃപ്തി അറിയിച്ചു. നീ വിഷമിക്കാൻ. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. ഏകദേശം അരമണിക്കൂർ മുൻപ് രമേശ് ചെന്നിത്തല വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയിരിക്കുന്നു. തിരുവനന്തപുരം വിട്ടിട്ടില്ല. പക്ഷേ എവിടേക്കാണ് പോയത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഹൈക്കമാൻഡ് ഏത് തീരുമാനം എടുത്താലും ഞാൻ ആ തീരുമാനത്തെ അംഗീകരിക്കും. അത്രേ പറഞ്ഞുള്ളത് ഭാഗ്യം. മനുഷ്യന് അസൂയ പാടില്ല. രമേശ് ചെന്നിത്തല ഇവിടെ ഇല്ല എന്നുള്ള ഒരു സ്ഥിരീകരണം ജ്യോതികുമാർ ചാമക്കാല നൽകുകയാണ്. ഏറ്റവും നിർണായകമായ വിവരം പങ്കുവയ്ക്കുകയാണ്. രമേശ് ചെന്നിത്തല പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഒന്നുകിൽ നീ, അല്ലെങ്കിൽ ഞാൻ. എല്ലാത്തിനെയും നാളെ ഞാൻ കൊല്ലുവടാ. മുൻഭാഗത്തു കൂടിയല്ല, ഇതിന് പിന്നിലൂടെ മറ്റൊരു സ്ഥലമുണ്ട്. അതുവഴി രമേശ് ചെന്നിത്തല പുറത്തേക്ക് ഇറങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? കാണാടാ. സീനിയോറിറ്റി പരിഗണിക്കാതെ തന്നെ ഒഴിവാക്കിയതിനുള്ള അതൃപ്തി ചെന്നിത്തല രാഹുലിനോട് പരസ്യമാക്കി. 2021 പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതിലും മുഖ്യമന്ത്രി സ്ഥാനം ഇപ്പോൾ നഷ്ടമായതിനുമുള്ള അതൃപ്തി ചെന്നിത്തല മറച്ചുവെച്ചില്ല. പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ പിൻവാതിലൂടെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നും പുറത്തേക്ക് പോയി. ഈ കുചാല ഭക്തൻ മറ്റുള്ളവർക്ക് ഒരു ലഗേജ് ആവരുത്, പാരാവരുതെന്ന് അദ്ദേഹം നാളെ 1-ാം തീയതിയാണ് ഗുരുവായൂർ. എല്ലാ 1-ാം തീയതി ഗുരുവായൂർ ദർശനത്തിന് പോകുന്നയാളാണ്. അദ്ദേഹം ഗുരുവായൂരിലേക്കുള്ള യാത്രയിലാണ്. കാരണം വൈകുമെന്നുള്ളതുകൊണ്ട് അദ്ദേഹം നേരത്തെ യാത്ര പോയി. നേരത്തെ തീരുമാനിച്ച പരിപാടി അനുസരിച്ച് പോയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അമർഷവും അതൃപ്തിയും പാർട്ടി നേതാക്കളെ അറിയിക്കുമ്പോഴും അതെല്ലാം മറന്ന് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി രമേശ് ചെന്നിത്തല വൈകാതെ പ്രതികരിച്ചേക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നിന്റെ വർഗത്തിൽ ഒരെണ്ണത്തിന് പോലും കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ ഒക്കില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.